വയ്യടാ, ഓടി ഓടി മടുത്തു. ഞാനിപ്പോ ഒരാഴ്ചത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കയറിയുള്ളൂ. ചുമ്മാട്ടെ ഇങ്ങനെ തൂത്തിട്ട് കാര്യമില്ല. ആ സ്പ്രേ ഒഴിച്ചിട്ട് തൂത്തേ, എന്നാലേ ചില്ല് വൃത്തിയാവുള്ളൂ. ഇതെങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ഓഹോ, നീ എന്നെ കയറി ഭരിക്കാറായോ? നീ ആരാ? അപ്സരസോ? ഈ വലിയ മൂച്ചെടുത്താണല്ലോ ഞാൻ പച്ചപ്പില്ല. ഞാൻ വിളിക്കടാ. ഒന്ന് പോതല്ലേ അവിടെ. നിങ്ങൾ എന്നെ പേടിപ്പിക്കാനൊന്നും വേണ്ട. ഇപ്പോഴത്തെ പിള്ളേരോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ, ഞങ്ങൾ മോശമൊന്നും അല്ല. നീ എന്നെ അങ്ങോട്ട് കൊല്ലത്തും. ഞാൻ അപ്പഴേ പറഞ്ഞ ഇവിടെ കെട്ടണ്ടോട് എടി മറ്റവളെ, നിന്നോടാ ഞാൻ പറഞ്ഞ ആ സ്പ്രേ എടുത്ത് തൂക്കാൻ. നീ എന്റെ ക്ഷമയെ പറ്റി കുറെ നേരം രണ്ടെണ്ണം കൂടെ ഇവിടെ ചെവിക്ക് സൗകര്യമില്ലാണ്ട് നിങ്ങളെങ്ങനെ ഓരോ ദിവസം ഓരോ വിഷയം ഇങ്ങനെ ഉണ്ടാക്കണോ വഴക്കുണ്ടാക്കാനായിട്ട്? നിങ്ങളുടെ അമ്മയ്ക്ക് എന്നാ വല്ല കൊമ്പുണ്ടോ? നിന്റെ പെണ്ണുമ്പിളയ്ക്ക് എന്നാ വല്ല കൊമ്പുണ്ടോ? അവരാരാന്നാ അവരുടെ വിചാരം? അവൾ ആരാന്നാ അവളുടെ വിചാരം? അവർക്കെന്നാ എന്നെ ഭരിക്കാൻ അധികാരം? അവക്കെന്നാ എന്നെ ഭരിക്കാൻ അധികാരം? എനിക്കുണ്ടല്ലോ അവരുടെ കൂടെയുള്ള ജീവിതം മടുത്തു. എനിക്കുണ്ടല്ലോ അവക്കടെ കൂടെയുള്ള ജീവിതം മടുത്തു. മനസമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിന്നാ പറ്റൂല. മനസമാധാനമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിലേ ഇവിടെ നിന്നാ പറ്റൂല. ഉള്ള നേരത്ത് വാടകയ്ക്കോ പുതിയ വീടെടുത്തോ മാറാം. ഉള്ള നേരത്തെ വല്ല വീട് വാടകയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ വൃദ്ധാശ്രമത്തിലേക്കോ ഞാൻ പോവാം. മാറാം പറയാൻ എന്ത് എളുപ്പം. നീ എന്ത് വിവരമില്ലാത്ത വർത്താനായി പറയണേ. പോവാന്ന് അമ്മ എന്ത് വിവരമില്ലാത്ത വർത്താനായി പറയണേ. ഈ 4-3-7 രൂപ ശമ്പളം വെച്ചിട്ട് ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത് നോക്കിയാണ്. ഇപ്പൊ തന്നെ 2 അറ്റം കൂട്ടിപ്പിടിക്കാനുള്ള പാട് എനിക്കറിയാം. അപ്പോഴവള് എടി നമ്മൾ ഇവിടുന്ന് മാറി കഴിഞ്ഞാൽ അമ്മ ഈ സ്വത്ത് മുഴുവൻ ആ പെങ്ങൾക്ക് എഴുതി കൊടുക്കും. നമുക്ക് 5 പൈസയുടെ വീതം കിട്ടൂല. നമുക്ക് അതാണോ താല്പര്യം? ആണോ? എന്നാ മാറണം. ഇത് അമ്മയുടെ വീടല്ലേ, അമ്മയല്ലേ ഇവിടെ താമസിക്കണ്ടേ. അമ്മയ്ക്ക് അവളുടെ കൂടെ ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്തേക്കാം. പക്ഷെ ഡൈവേഴ്സ് ചെയ്താൽ ഒരു കുഴപ്പമുണ്ട്. ഡൈവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴേ കോമ്പൻസേഷൻ കൊടുക്കണം. കോമ്പൻസേഷൻ കൊടുക്കുമ്പോഴേ ഇത്ര ശതമാനം സ്വത്തിന്റെ എഴുതി കൊടുക്കേണ്ടത്. കൊടുക്കാൻ അമ്മ തയ്യാറാണെങ്കിൽ ഞാനങ്ങ് ഡൈവേഴ്സ് ചെയ്യും. അങ്ങനൊന്നും വേണ്ട, സ്വത്തൊക്കെ കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അമ്മയായിട്ട് വഴക്കുണ്ടാക്കാണ്ട് തട്ടിമുട്ടി പോയാൽ നമുക്ക് ഇവിടെ സുഖസുന്ദരമായിട്ട് കഴിയാം. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സ്വത്ത് മുഴുവൻ അവളും കൊണ്ടുപോകും. അത് വേണോ? നീ വഴക്കുണ്ടാക്കാണ്ടിരിക്കില്ലേ? അമ്മ അവളോട് വഴക്കുണ്ടാക്കാണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സുഖസുന്ദരമായിട്ട് കഴിയാം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കുറെ സ്വത്തുകൾ അവള്. ഇല്ല ചേട്ടാ, ഞാൻ വഴക്കുണ്ടാക്കില്ല. ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാം. സ്വത്ത് പോയാൽ ശരിയാവില്ല. ഞാൻ അവളോട് വഴക്കുണ്ടാക്കാണ്ടിരുന്നാ പോലെ പ്രശ്നം തരുന്നത്. സ്വത്ത് അവൾക്ക് കൊടുത്തിട്ട് ഒരു പരിപാടിയും വേണ്ട. അത് മതി, അത് മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവളോടും പറയണം ഇതിനോട് വഴക്കുണ്ടാക്കരുത്. നമുക്ക് ചായ വേണോ? എനിക്ക് ചായ വേണ്ട, കാപ്പി. പഞ്ചസാര ഇട്ട കാപ്പി വേണോ അതോ ഇടാത്ത കാപ്പി വേണോ? ഈ ഇട്ടാ തന്നെ കാപ്പിക്ക് നല്ല മധുരല്ലേ ഓണേ.